പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദേവപ്രശ്ന ചിന്തയിൽ ലഗ്നാദി ദ്വാദശ ഭാവങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ടുന്ന വിശേഷ ഫലങ്ങളെയാണ് സൂചിപ്പിച്ചത്. പ്രശ്നമാർഗാചാര്യൻ പല ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചതായ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് വളരെ ലളിതമായി എല്ലാ വിഷയങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം ദ്വാദശ ഭാവങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ടുന്ന പ്രധാന വിഷയങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വായിച്ചു നോക്കാം. സാന്നിധ്യക്ഷേത്രബിംബാനി ത്രീണി ലഗ്നേന ചിന്തയേൽ നിധികോശധനായാന രക്ഷകാനർത്ഥരാശിന. ഈ ശ്ലോകത്തിലൂടെ ലഗ്നഭാവം കൊണ്ടും രണ്ടാം ഭാവം കൊണ്ടും ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സാന്നിധ്യ ക്ഷേത്രബിംബാനി, ദേവസാന്നിധ്യവും അതുപോലെ ക്ഷേത്രവും ബിംബവും ഒക്കെ ലഗ്നഭാവം കൊണ്ട് ചിന്തിക്കണം. ഇനി അർത്ഥരാശിന, അർത്ഥം ധനം, രണ്ടാം ഭാവം കൊണ്ട് നിധി കോശധനായാനം രക്ഷകാൻ, അതായത് നിധി നിക്ഷേപാദി ഭണ്ഡാരധനങ്ങളും അതുപോലെ ധന ആഗമനവും ഇവിടത്തേക്കുള്ള സാമ്പത്തിക വരവും രക്ഷകാൻ. ഇന്നത്തെ രക്ഷകന്മാരെന്ന് പറയുന്നത് കമ്മിറ്റിക്കാരോ ക്ഷേത്ര നടത്തിപ്പുകാരോ ആണ്. അവരെയൊക്കെ രണ്ടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. ചിന്തനീയാസ്തൃതീയേന നിവേദ്യപരിചാരകാഃ പ്രാസാദമണ്ഡപാദീന്യപ്യുപവേശ്മാനി വാഹനം ക്ഷേത്രപ്രദേശമഖിലം ചതുർത്ഥേന വിചിന്തയേൽ സാന്നിധ്യമപി ബിംബഞ്ച പഞ്ചമേനാഥ ചിന്യതാം. ഈ ശ്ലോകങ്ങളിൽ 3, 4, 5 ഭാവങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളാണ് പറയുന്നത്. നിവേദ്യ പരിചാരകാഃ തൃതീയേന ചിന്തനീയാഃ. നിവേദ്യം, പരിചാരകന്മാർ മുതലായ വിഷയങ്ങൾ 3-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. 3-ാം ഭാവം കൊണ്ട് എത്തരത്തിലുള്ള പരിചാരകന്മാരെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളതിൽ തണ്ഡുലീകരണപാത്രശുദ്ധിനിത്യന്നപായസ നിവേദ്യകാരിണ ചിന്തയേൽ പരിചരാൻ തൃതീയഭേ നന്യവൃത്തി പരിചാരകഷ്ടമാൽ. അതായത് നെല്ലുകുത്ത്, അറപ്പുര സൂക്ഷിപ്പ്, പാത്രം കഴുകുക, നിത്യനിവേദ്യ പായസാദികൾ തയ്യാറാക്കുക, വിറക്, വെള്ളം മുതലായവ കൊടുക്കുക, അടിച്ചുതെളി മുതലായ പരിചാരകന്മാരെ 3-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. അന്യവൃത്തി പരിചാരകോ അഷ്ടമാത്. ഇനിയും ചില പരിചാരക വൃത്തികളെ ചിന്തിക്കേണ്ടതുണ്ട്. അവ 8 കൊണ്ടാണ് ചിന്തിക്കേണ്ടത് എന്നാണ്. അത് ഇവിടെ തന്നെ സൂചിപ്പിക്കാം. ഗന്ധമാല്യ കുസുമാദ്യുപാർജനെ ശംഖവാദ്യനുദിഗാന കർമ്മണി സംപ്രവൃത്ത പരിചാരകോഷ്ടമാൽ ചിന്യതേധ സജീവശ്ച പഞ്ചമാൽ. ചന്ദനം, മാല, പുഷ്പങ്ങൾ ഇവ കൊടുക്കുന്നവരും ശംഖുവിളി, വാദ്യഘോഷം, ദേവസ്തുതി, ഗാനാലാപം ഇവ നടത്തുന്നവരുമായ പരിചാരകന്മാരെ 8-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. അടുത്തതായി 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങൾ പ്രാസാദമണ്ഡപാദീനി ഉപവേശ്മാനി വാഹനം ക്ഷേത്രപ്രദേശം അഖിലം ചതുർത്ഥേന വിചിന്തയേൽ. ശ്രീകോവിൽ, മണ്ഡപം, അതുപോലെ ഉപഗൃഹങ്ങൾ, അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 4 ഭാഗത്തും നിർമ്മിച്ചതായ ഏത് ഗൃഹങ്ങളെയും 4-ാം ഭാവം കൊണ്ട് തന്നെ ചിന്തിക്കണം. അതുപോലെ പുറം ഭാഗത്തിനുള്ളിലുള്ള എല്ലാ സ്ഥലങ്ങളും, അതാണ് ക്ഷേത്രപ്രദേശം, ഇവയൊക്കെ 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടതാണ്.
അടുത്തത് അഞ്ചാം ഭാവം കൊണ്ട് സാന്നിധ്യം അപിബിംബഞ്ച. സാന്നിധ്യവും ബിംബവും അഞ്ചാം ഭാവം കൊണ്ടും ചിന്തിക്കേണ്ടതാണ്. നേരത്തെ ലഗ്നഭാവം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അത് അഞ്ചാം ഭാവം കൊണ്ടും കൂടി ചിന്തിക്കണം. അശുദ്ധി ശത്രവശ്ചോര ചിന്തനീയാ ഹി ശത്രുണ ചിന്യം ജനപദോ ദ്യൂനരാശിന ഭൂഷണാനി ച. ഈ ശ്ലോകത്തിൽ ആറാം ഭാവം കൊണ്ടും ഏഴാം ഭാവം കൊണ്ടും ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളാണ് പറയുന്നത്. അശുദ്ധി ശത്രവഃ ചോരാഹ. അശുദ്ധിയും ശത്രുക്കളും കള്ളന്മാരും ശത്രുണാ ചിന്തനീയ ആറാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടതാണ്. ഓരോ ഭാവത്തെ കൊണ്ടും ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളുടെ പേരിലും ആ ഭാവങ്ങൾ അറിയപ്പെടും. അതായത് ആറാം ഭാവം ശത്രുഭാവം, രണ്ടാം ഭാവം ധനഭാവം എന്നൊക്കെ പറയും പോലെ. ഇനി ഏഴാം ഭാവം കൊണ്ട് ജനപദം, ജനപദങ്ങളെയും ഭൂഷണാനി തിരുവാഭരണം മുതലായ ആഭരണങ്ങളെയും ചിന്തിക്കേണ്ടതാണ്. സാന്നിധ്യസ്യ നിവേദ്യസ്യ തഥാ പരിജനസ്യ ച കാര്യമഷ്ടമഭാവേന ഗുണദോഷ നിരൂപണം. ഈ ശ്ലോകത്തിൽ എട്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളെ പറയുന്നു. ദേവസാന്നിധ്യത്തിൻ്റെയും നിവേദ്യത്തിൻ്റെയും പരിചാരകന്മാരുടെയും ഗുണദോഷങ്ങളെ എട്ടാം ഭാവം കൊണ്ട് ചിന്തിക്കണം. എട്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടുന്ന വിശേഷ പരിചാരകന്മാരെ ഞാൻ മുമ്പ് ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു. ധർമ്മേണ പുണ്യം ക്ഷേത്രേശാശ്ചധ കർമാണി കർമ്മണ നിത്യാന്യപ്യുത്സവാദീനി ചിന്ത്യാ ദേവലക അപി. ഈ ശ്ലോകത്തിൽ ഒൻപതാം ഭാവം കൊണ്ടും പത്താം ഭാവം കൊണ്ടും ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങൾ പറയുന്നു. ധർമ്മേണ, ധർമ്മഭാവം കൊണ്ട്, അതായത് ഒമ്പതാം ഭാവം കൊണ്ട് പുണ്യവും സുഹൃതവും, ക്ഷേത്രേശാഹ ഊരാളന്മാരെയും ചിന്തിക്കണം. അധ കർമാണി, അനന്തരം നിത്യപൂജാദി കർമ്മങ്ങളും നിയതമായ വാർഷിക ഉത്സവാദികളും ഒക്കെ പത്താം ഭാവം കൊണ്ടും, അതുപോലെ ശ്രീകോവിലിൽ കയറി ചെയ്യുന്ന പൂജാരിമാരെയും ദേവലകന്മാരെ എന്നാണ് അവരെ പറയുക, അവരെയും പത്താം ഭാവം കൊണ്ട് ചിന്തിക്കണം. സുകൃതം ച ധനായാനമപ്യായേന വിചിന്തയിൽ ധനനാശവ്യയാചാര്യ ചിന്ത്യാസുർവേരാശിന. 11 കൊണ്ടും 12 കൊണ്ടും ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങൾ പറയുന്നു. സുകൃതം ധനായാനം, സുഹൃതവും ധനാഗമനവും വരവും ചിന്തിക്കേണ്ടത് 11 ഭാവം കൊണ്ടും, ധനനാശവും ചെലവും തന്ത്രിമാരും, ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിലെ തന്ത്രിമാരെയും 12 ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പൂർവീകന്മാരായ ആചാര്യന്മാർ ഒരു അഭിപ്രായവും ഇതാണ് പൂർണ്ണമായും സ്വീകരിക്കേണ്ടത് എന്ന് അടിച്ചേൽപ്പിച്ചിട്ടില്ല. നമ്മൾ പല ആചാര്യന്മാരുടെയും അഭിപ്രായങ്ങളെ മനസ്സിലാക്കി നമുക്ക് യുക്തിക്കും ശാസ്ത്രത്തിനും ആചാരത്തിനും അനുയോജ്യമായി തോന്നുന്ന പ്രമാണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഉപദേശിച്ചു കൊടുക്കേണ്ടതാണ്. കേരളത്തിൽ നമുക്കറിയാം, ഇന്ന് അത്രയധികം ക്ഷേത്രങ്ങളും ആചാരങ്ങളും കുടികൊള്ളുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിലായിരിക്കണം. അതിന് നാം ഇന്ന് സ്വീകരിച്ചു വരുന്ന മാർഗമാണ് ഈ ജ്യോതിശാസ്ത്രം. ഈ സൂചിപ്പിച്ച വിഷയങ്ങളുടെ ശുഭാശുഭത്വം എളുപ്പത്തിൽ പറഞ്ഞു തരുന്ന ഒരു ശ്ലോകമാണ് ഭാവേഷു ലഗ്നാദിഷു യത്ര സൗമ്യാസ്തദുഃഖദ സാന്നിധ്യമുഖാഭിവൃദ്ധി പാപസ്ഥിതി യത്ര തദീരിതാനാം വാച്ചൈവ ഹാനിർ ബഹുദൂഷണം വാ. ഇപ്പം ഏതേത് ഭാവങ്ങളിലാണോ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നത് ആ ഭാവത്തെ കൊണ്ട് ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങൾക്ക്
അഭിവൃദ്ധിയെയും അനുകൂലതയെയും പറയണം. ഏതേത് ഭാവങ്ങളിലാണോ പാപസ്ഥിതി ആ ഭാവങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങൾക്ക് ഇല്ലായ്മയോ ബഹുദൂഷണത്തെയോ പറയാം. ഇവിടെ ശുഭൻ പാപൻ എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടി ബലവാനായ ഗ്രഹം ദുർബലനായ ഗ്രഹം എന്നുകൂടി തിരിച്ചറിഞ്ഞാൽ ഫലപ്രവചനം വളരെ എളുപ്പമാകും. ഏത് ഭാവത്തിലാണോ ബലവാനായ ഗ്രഹം നിൽക്കുന്നത് ആ ഭാവത്തിന് അഭിവൃദ്ധി, ഏത് ഭാവത്തിലാണോ ദുർബലനായ ഗ്രഹം നിൽക്കുന്നത് ആ ഭാവത്തിന് ഹാനി. ആ ഭാവ ശുഭാശുഭത്വത്തെ പ്രത്യേകമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പഠിക്കാം. നമസ്തേ.